പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ രൂക്ഷത ലോകമെമ്പാടും അനുഭവപ്പെടുന്ന ഒരു സമ്മർദ്ദ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. വർദ്ധിച്ചു വരുന്ന ചൂട്, വരൾച്ച, ക്രമമില്ലാത്ത മഴക്കാലങ്ങൾ, പ്രളയം, വൈദ്യുതിക്ഷാമം, ഇന്ധനക്ഷാമം, അങ്ങനെ മനുഷ്യനെ അലട്ടുന്നവ അനുദിനം ഏറെയാവുന്നു. ഈയൊരു ചുറ്റുപാടിൽ പ്രകൃതിയുടെ പഴയ പച്ചപ്പിലേക്ക് ഒരു മടക്കം അസാധ്യമെന്ന് നമ്മളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. വലിയ മാറ്റത്തിന് ചെറിയ കാര്യങ്ങൾ മതിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന, ചുറ്റുമുള്ളതൊക്കെ പച്ച പിടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കാരിത്താസ് മോഡലുണ്ട്. കാരിത്താസിൽ മാറ്റത്തിൻ്റെ ആദ്യ കാൽവെപ്പ് കമ്പ്യൂട്ടറുകളിലൂടെയായിരുന്നു. ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളിലും രോഗീ പരിപാലനത്തിൻ്റെ രേഖകളിൽ 80% കാരിത്താസ് കമ്പ്യൂട്ടറിലാക്കി. കടലാസിനോട് ബൈ പറഞ്ഞു. അത്യാവശ്യ രേഖകൾ മാത്രം പ്രിൻ്റ് ചെയ്ത് കടലാസ് ഉപയോഗം 60% കുറച്ചു. ഇതുകൂടാതെ ഫോളോ അപ്പ് ചെക്കപ്പുകൾ കഴിവതും ടെലിമെഡിസിൻ സംവിധാനത്തിലൂടെ ഓൺലൈൻ ആക്കുവാനും രോഗികളോട് നിർദ്ദേശിക്കാറുണ്ട്. ആശുപത്രിയിലേക്കുള്ള പോക്കുവരവിൻ്റെ സമയത്തുള്ള കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ഇത് സഹായകമാണ്. ക്യാമ്പസ് വൃത്തിയായി സൂക്ഷിക്കാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വ്യക്തമായി കളർ കോഡ് ചെയ്ത ബിന്നുകൾ ക്യാമ്പസിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. പുനരുപയോഗ സാധ്യതയുള്ള മാലിന്യങ്ങളെ അതിമനോഹരമായ അലങ്കാര വസ്തുക്കളായി ഉപയോഗിച്ച് പണിത ഒരു കഫ തന്നെയുണ്ട് കാരിത്താസിൽ. വെള്ളത്തിൻ്റെ ഉപയോഗം കാരിത്താസ് ക്യാമ്പസിൽ അതിസൂക്ഷ്മതയോടെയാണ്. ഒരു തുള്ളി പോലും പാഴാവാതിരിക്കാൻ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനവും അതുപോലെ അതിനൂതനമായ സാങ്കേതികവിദ്യ ഉപയുക്തമാക്കുന്ന ജലശുചീകരണ സംവിധാനവും കാരിത്താസിലുണ്ട്. കാരിത്താസിൽ 90% ഫ്ലഷ് ടാങ്കുകളിലും ഉപയോഗത്തിന് ശേഷം ശുചീകരിച്ച വെള്ളമാണ് ഉപയുക്തമാക്കുന്നത്. മികവേറിയ ഒരു മഴവെള്ള സംഭരണ സംവിധാനവും കാരിത്താസിലുണ്ട്. ഇതിനപ്പുറം പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകളിലേക്കുള്ള പൂർണ്ണമായ മാറ്റം കാരിത്താസിൻ്റെ സ്വപ്നമാണ്. ഇപ്പോൾ തന്നെ കാരിത്താസിൽ സോളാർ വൈദ്യുതി മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും അനുബന്ധ സംവിധാനങ്ങളുമുണ്ട്. സന്ദർശകർക്ക് കാരിത്താസ് ക്യാമ്പസിലൂടെ സഞ്ചരിക്കാൻ വൈദ്യുതി വാഹനങ്ങൾ സജ്ജമാണ്. ഏറെ സവിശേഷതയുള്ള ഒരു പൂന്തോട്ട സംവിധാനവും ക്യാമ്പസിലെ ആവശ്യത്തിനായി വിപുലമായ ഒരു അടുക്കളത്തോട്ടവും കാരിത്താസിലുണ്ട്. ഗ്രോ ബാഗ് ഫാമിങ്ങും കാരിത്താസിലുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ചുറ്റുമുള്ളതൊക്കെ പച്ചപിടിപ്പിക്കാൻ കാരിത്താസ് പ്രയത്നിക്കുകയാണ്. ഏറെ വൈകാതെ തന്നെ പ്രകൃതിയോട് ഏറ്റവും ഇണക്കമുള്ള ക്യാമ്പസായി കാരിത്താസ് മാറും. ഒപ്പം കാരിത്താസിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയിലും ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കും. ഈ പരിസ്ഥിതി ദിനത്തിൽ ചുറ്റുമുള്ളതിനെയൊക്കെ പച്ചപിടിപ്പിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഓർക്കുക, വലിയ മാറ്റത്തിന് ചെറിയ കാര്യങ്ങൾ മതി.